മാർച്ച് 9 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രാൻസിസ്, ബൊളോഞ്ഞയിലെ വിശുദ്ധ കത്രീന, വിശുദ്ധ ആന്റണി, വിശുദ്ധ പോസ. ബൊളോഞ്ഞയിലെ വിശുദ്ധ കത്രീന 1413-1463 കാലഘട്ടത്തിലാണ് ബൊളോഞ്ഞയിലെ വിശുദ്ധ കത്രീന ജീവിച്ചിരുന്നത്. കന്യകയും ദരിദ്ര ക്ലാര സഹോദരിമാരുടെ സഭാംഗവുമായ ബൊളോഞ്ഞയിലെ വിശുദ്ധ കത്രീന 1413 മാർച്ച് 25-നാണ് ജനിച്ചത്. പ്രാർത്ഥന, ദാരിദ്ര്യം, സേവനം എന്നിവയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ കാതറിൻ തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു. ക്രിസ്തുവിനോടും കന്യകാമറിയത്തോടുമുള്ള അഗാധമായ ഭക്തിക്ക് അവർ അംഗീകാരം നേടി. 17-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്നു. ആദ്യം അടുക്കളയുടെ ചുമതലയായിരുന്നു, പിന്നീട് നോവിസ് മിസ്ട്രസ്സായി. ഇക്കാലത്താണ് 7 ആത്മീയ ആയുധങ്ങൾ എന്ന പുസ്തകം രചിച്ചത്. സുവിശേഷ പ്രസംഗങ്ങൾ, ഭക്താഭ്യാസങ്ങൾ, കീർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കത്രീന ധാരാളം എഴുതി. ധാരാളം പെയിന്റിങ്ങുകളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്ന സ്വഭാവവിശേഷങ്ങളായ എളിമ, അനുസരണം, മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നിവയ്ക്കും വിശുദ്ധ കാതറിൻ പ്രശംസിക്കപ്പെട്ടു. അവരുടെ മഹത്തായ ജ്ഞാനവും ഉപദേശവും ഉപയോഗിച്ച് അവർ 7 ആത്മീയ ആയുധങ്ങൾ എന്ന കാലാതീതമായ ഒരു പ്രബന്ധം എഴുതി. കർത്താവിനെ അറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ കൃതി എന്നും ഉപയോഗപ്രദമാണ്. ഓരോ ആത്മീയ ആയുധങ്ങളുടെയും സംഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ആയുധമായ എളിമ. അടിസ്ഥാനപരമായ ഒരു ഗുണമായി എളിമ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം വിശുദ്ധ കാതറിൻ ഊന്നി പറഞ്ഞു. ഇതിനർത്ഥം നിങ്ങളുടെ സ്വന്തം പരിമിതികൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയത്വം അംഗീകരിക്കുക, ദൈവത്തിന്റെ കൃപയും കരുണയും സ്വീകരിക്കുവാൻ നിങ്ങളെ തന്നെ തുറന്നിരിക്കുവാൻ അനുവദിക്കുക എന്നിവയാണ്. രണ്ടാമത്തെ ആയുധമാണ് അനുസരണം. ഈ വാക്കിന് നെഗറ്റീവ് അർത്ഥങ്ങൾ നൽകാൻ കഴിയും. എന്നാൽ ദൈവത്തിലേക്ക് മാർഗനിർദ്ദേശത്തിനായി തിരിയാൻ വിശുദ്ധ കാതറിൻ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചു. യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന ദൈവിക പദ്ധതിയുമായി നിങ്ങളുടെ ജീവിതത്തെ പൊരുത്തപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ദൈവത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്ന കാര്യങ്ങൾ ത്യജിക്കുകയും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അവനറിയാമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് അനുസരണം. മൂന്നാമത്തെ ആയുധമാണ് വിശ്വാസം നിറഞ്ഞ വായനയും ധ്യാനവും. നിങ്ങളുടെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിനും ആഴപ്പെടുത്തുന്നതിനും ദൈവത്തിന്റെ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളുടെ വിശ്വാസയാത്രയിൽ പ്രചോദനം ഉൾക്കൊണ്ട് തിരുവെഴുത്തുകളും ആത്മീയ രചനകളും വിശുദ്ധരുടെ ജീവിതങ്ങളും വായിക്കേണ്ടത് നിർണായകമാണ്. നമ്മുടെ ജീവിതം ദൈവത്തെ ചുറ്റിപ്പറ്റി എങ്ങനെ കേന്ദ്രീകരിക്കാമെന്ന് ഈ രചനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാലാമത്തെ ആയുധമാണ് തുടർച്ചയായ പ്രാർത്ഥന. ദൈവവുമായുള്ള നിരന്തരമായ പ്രാർത്ഥനയും കൂട്ടായ്മയും ജീവിതത്തിനായി വിശുദ്ധ കാതറിൻ വാദിച്ചു. മറ്റുള്ളവരോട് അവനുമായി ഒരു തുടർച്ചയായ സംഭാഷണം വളർത്തിയെടുക്കുവാനും അവന്റെ മാർഗനിർദ്ദേശം തേടുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും ജീവിതത്തിന് എല്ലാ മേഖലകളിലും അവന്റെ സാന്നിധ്യം തേടാനും അവൾ പ്രോത്സാഹിപ്പിച്ചു. അഞ്ചാമത്തെ ആത്മീയ ആയുധമാണ് മരണാനന്തര ജീവിതം. ലൗകിക മോഹങ്ങളിൽ നിന്ന് സ്വയം വേർപെടുത്തി ദൈവത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആത്മനിയന്ത്രണവും അച്ചടക്കവും പാലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാലിച്ചുകൊണ്ട് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് നീങ്ങണമെന്ന് കത്രീന പറയുന്നു. ആറാമത്തെ ആത്മീയ ആയുധമാണ് ആത്മീയ സന്തോഷം. ക്രിസ്തുവുമായി എന്നും നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളും ആത്മീയ യാത്രയിലെ വെല്ലുവിളികളും നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു നിർത്തുന്നു. ഏഴാമത്തെ ആത്മീയ ആയുധമാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നത്. ആശങ്കകളും ഭയങ്ങളും ഉത്കണ്ഠകളും ബുദ്ധിമുട്ടുകളും വരുമ്പോഴും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനാണ് നമ്മോട് പറയുന്നത്. 1463 നോമ്പ് കാലത്ത് കാതറിൻ ഗുരുതരാവസ്ഥയിലാവുകയും മാർച്ച് 9 മരിക്കുകയും ചെയ്തു. ശവപ്പെട്ടിയില്ലാതെ സംസ്കരിക്കപ്പെട്ട കാതറിന്റെ ശരീരം 18 ദിവസങ്ങൾക്ക് ശേഷം പുറത്തെടുത്തു. വിശുദ്ധ കാതറിൻ വഴി അനേകം രോഗശാന്തിയും ശവക്കുഴിയിൽ നിന്ന് സുഗന്ധവും വന്നിരുന്നത് കൊണ്ടാണ് അതിനെ പുറത്തെടുത്തത്. ശരീരം അഴുകാത്ത നിലയിലാണ് കാണപ്പെട്ടത്. ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പ 1712
കാതറിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയായ കാതറിനെ, ലോകത്ത് ഞങ്ങൾക്ക് എന്തെല്ലാം വിഷമങ്ങൾ വന്നാലും എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും അതെല്ലാം കർത്താവായ ഈശോയ്ക്ക് വേണ്ടി സഹിക്കുകയും സ്വർഗത്തിന് നോക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.